Welcome to QMaster. The wire shown in the figure carries a current I. Find the resultant magnetic field B at the point C due to the combined contributions of the three segments 1, 2 and 3. ഇത് സ്ട്രെയിറ്റ് പാർട്ട് ഇതൊരു സെമി സർക്കുലർ പാർട്ട്. സിയിലെ ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. സെഗ്മെൻറ്റ് 1, സെഗ്മെൻറ്റ് 2, സെഗ്മെൻറ്റ് 3. ഈ സ്ട്രെയിറ്റ് സെഗ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് d ഡിസ്റ്റൻസിലുള്ളൊരു പോയിൻറ്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π μ0 I/4πd ഇൻറ്റു സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2. അതായത് തീറ്റ 1 ഇത്, തീറ്റ 2 ഇത്. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ നേരെയുള്ളൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ തീറ്റ 1 തീറ്റ 2 അങ്ങ് 0 ആകും. അപ്പോൾ ഫീൽഡ് എത്ര വരേണ്ട? ഈ കണ്ടക്ടറിന് നേരെ മുകളിലോ താഴെയോ എടുക്കുമ്പോൾ സൈൻ തീറ്റ 1 സൈൻ 0 പ്ലസ് സൈൻ 0. അപ്പോൾ ബി ഈക്വൽസ് 0 എന്ന് വരും. അപ്പോൾ ഈ സി എന്ന് പറയുന്ന പോയിൻറ്റിൽ ഈ രണ്ട് സെഗ്മെൻറ്റിൻ്റെ ഫീൽഡ് 0ആണ്. പിന്നെ പോയിട്ട് ഈ സെമി സർക്കുലർ സെഗ്മെൻറ്റിൻ്റെ ഫീൽഡ് ഇവിടെ വരുള്ളൂ. ഇതൊരു ഫുൾ സർക്കുലർ കോയിലിൻ്റെ ഫീൽഡിൻ്റെ ഹാഫാണ് ഇവിടെ വരേണ്ടത്. ഇത് സെമി സർക്കിളാണല്ലോ. അപ്പോൾ ബി ഈസ് half of B at the center of the coil. That is half into μ0 Ni/2 into radius. ഇവിടെ റേഡിയസ് എന്ന് പറയുന്ന ഈ അകലെ എല്ലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഡിയസ് ഈസ് L/2. നമ്പർ ഓഫ് ടേൺസ് 1 N1. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ B ഈക്വൽസ് μ0 into 1 into I/2 into L/2. So final answer is μ0 I/2 L എന്ന് വരും. Another problem. A long solenoid of diameter 0.1 meter has 2 into 10 raised to 4 turns per meter. At the center of the solenoid, a coil of 100 turns and radius 0.01 meter is placed with its axis coinciding with the solenoid axis. Current in the solenoid is reduced at a constant rate from 4 ampere to 0 ampere in 0.05 seconds. If the resistance of the coil is 10 pi square ohm, what is the total charge flowing through the coil during this time? That is the answer. A question. അപ്പോൾ നമുക്കറിയാം സോളിനോയിഡിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സോളിനോയിഡിനുള്ളിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ഈക്വൽസ് μ0 Ni/L. ഈ N/L എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ പെർ യൂണിറ്റ് ലെങ്ത്, നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത്. ദറ്റ് ഈസ് നമ്പർ പെർ യൂണിറ്റ് ലെങ്ത്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 2 into 10 raised to 4 ടേൺസ് പെർ മീറ്റർ എന്ന് പറയുന്നത് N/L തന്നെയാണ്. L ലെങ്ത് ഉള്ള സോളിനോയിഡിൻ്റെ ടോട്ടൽ ടേൺസ് N ആണെങ്കിൽ ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ N/L. ദറ്റ് ഈസ് ഹിയർ 2 into 10 raised to 4. എങ്കിൽ
ഇനിഷ്യൽ ഫ്ലക്സ് ഡെൻസിറ്റി 4 ആംപിയർ കറണ്ടാണ് ആദ്യം ഒഴുകുന്നത്. അപ്പോഴത്തെ അതിനുള്ളിലെ ഫ്ലക്സ് ഡെൻസിറ്റി μ0 n/L I. μ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷ ഇൻറ്റു n/L is 2 × 10⁴ ഇൻറ്റു I is 4 ആംപിയർ. ആൻസർ ഈസ് 32π × 10⁻³ എങ്കിൽ ഇതിനുള്ളിൽ ഒരു കോയിൽ എടുത്ത് വെക്കുക. 100 ടേൺസ് ഉള്ള ഒരു കോയിൽ എടുത്ത് ഇതിനുള്ളിൽ വയ്ക്കുന്നു. ഈ ഫീൽഡ് ആ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഈ ഫീൽഡിൽ ആ കോയിൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ കോയിലിൻ്റെ ഉള്ളിൽ വെക്കുന്ന കോയിലിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് കാണണം. ഫ്ലക്സ് ലിങ്കേജ് φ = ബാൻ, BAN. അവിടെ എ എന്ന് പറഞ്ഞാൽ ആ വെക്കുന്ന കോയിലിൻ്റെ ഏരിയ, ഫേസ് ഏരിയ. എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഈ ഫീൽഡിലാണ് അതെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി ഇന്നർ കോയിൽ φI = ഇപ്പോൾ കിട്ടിയ BI × N കോയിൽ A കോയിൽ. ദറ്റ് ഈസ് BI is 32π × 10⁻³ ഇൻറ്റു അകത്തിരിക്കുന്ന കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് 100 ഇൻറ്റു അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr². അതിൻ്റെ റേഡിയസ് 0.01 മീറ്ററാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ πr² ആ ഫേസ് ഏരിയ. ആൻസർ ഈസ് 32π² × 10⁻⁵. 10⁻⁵ വെബർ. ടോട്ടൽ ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്. ബിയുടെ യൂണിറ്റ് വെബർ/മീറ്റർ² അല്ലെങ്കിൽ ടെസ്ല. ഇത് വെബർ. ടോട്ടൽ ഫൈനൽ ഫ്ലക്സ് 0 കാരണം കറണ്ട് അങ്ങ് 0 ആക്കുക സോളിനോയിഡിൽ. അപ്പോൾ അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആകും. അപ്പോൾ ഇന്നർ കോയിലുമായിട്ട് ബന്ധപ്പെട്ട ഫൈനൽ ഫ്ലക്സ് ലിങ്കേജ് 0. ഇത് ചെയ്യുന്നതിനെടുത്ത സമയം തന്നിട്ടുണ്ട്. T = 0.05 സെക്കൻഡ്സ്. എങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഓർ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫ്ലക്സ് 0 ആയിരുന്നു. φI - φF എന്ന് പറഞ്ഞാൽ φI - 0 ഓർ ഈ കിട്ടിയതാണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ ടൈം. That is 32π² × 10⁻⁵ by time is 0.05. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF. ഇത്രയും വോൾട്ട്. എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാം. I = ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ദറ്റ് ഈസ് ദിസ് ബൈ റെസിസ്റ്റൻസ് 10π² ഓം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ബൈ π². എങ്കിൽ ചാർജ് പാസിങ് ത്രൂ ദി കോയിൽ ഇൻ T സെക്കൻഡ് 0.05 സെക്കൻഡിൽ ഈ സമയം കൊണ്ട് പാസ് ചെയ്ത ചാർജ് Q = I × T because I = Q/T. So Q = I × T. അപ്പോൾ ഈ കിട്ടിയ I × T is 0.05. So final answer is 32 × 10⁻⁶ coulomb or 32 × 10⁻⁶ micro coulomb എന്ന് വരും. That is the answer.